ഡൽഹി ലക്ഷ്മി നഗറിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തി. അമ്മയെയും സഹോദരങ്ങളെയും കൊലപ്പെടുത്തിയ ശേഷം മധ്യവയസ്കൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കൊലപാതക കാരണം വ്യക്തമല്ല. YS അഭിനന്ദാണ് ഡൽഹിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. അഭിനന്ദ്, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയിൽ തന്റെ അമ്മയും സഹോദരങ്ങളെയും കൊലപ്പെടുത്തിയതായിട്ടാണ് പ്രതി യശ്വീർ സിംഗ് ഇപ്പോൾ ഡൽഹി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയടക്കം കേന്ദ്രീകരിച്ചൊരു അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് തന്നെ ഇത്ര വലിയൊരു അരുംകൊലയിലേക്ക് നയിച്ചതെന്ന് കൂടി ഇപ്പോൾ യശ്വീർ സിംഗ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെയും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബം അഭിമുഖീകരിച്ചിരുന്നു. ആ സമയത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലൂടെ കൂടുതൽ പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ചു. ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് താൻ തന്നെ നേരിട്ട് കടന്നു. അങ്ങനെ 4 തവണ ട്രക്ക് കൊണ്ട് ഇടിച്ച് ഒരു സൈഡിലേക്ക് കയറ്റി. ആ തരത്തിൽ ആക്സിഡന്റ് ആണെങ്കിൽ അപകടമാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത തുക അടക്കം കൈമാറി എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. 2 തവണ ഇത്തരത്തിൽ കൊലപാതകത്തിന് ശ്രമിച്ചിരുന്നു. ഇന്ന് ആണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് താൻ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തി ശ്വാസം മുട്ടിച്ച് ഇവരെ 3 പേരെയും കൊലപ്പെടുത്തിയത്. പിന്നാലെ അമ്മയും ഒപ്പം തന്നെ ഇളയ സഹോദരിയും കൊലപ്പെടുത്തിയെന്ന് ഡൽഹി പോലീസിന് മുന്നിൽ നേരിട്ട് വന്ന് മൊഴി നൽകി. നേരത്തെ പോലീസിന് മറ്റൊരു വിവരവും ലഭിച്ചിരുന്നില്ല. എന്നാലും ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആ സ്ഥലത്തേക്ക് അവിടെ ചെല്ലുന്നു. ശേഷം ആ വീടൊക്കെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയതിനിടയിലാണ് ഇത്തരത്തിലേക്ക് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഉള്ള ബന്ധുക്കളുമായിട്ടും ഒപ്പം തന്നെ അയൽക്കാരുമായിട്ടും ഒക്കെ പോലീസ് സംസാരിച്ച സാഹചര്യത്തിനകത്ത് ഇവർക്ക് നേരത്തെ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായിട്ടുള്ള വിവരമൊന്നും നാട്ടുകാർക്കോ ഒപ്പം തന്നെ ബന്ധുക്കൾക്കോ അറിയില്ല എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ പ്രതിയുടെ മൊഴി ഒപ്പം തന്നെ കുടുംബ പശ്ചാത്തലം, നേരത്തെയുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം കേന്ദ്രീകരിച്ച് വിശദമായ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നിട്ടുള്ളത്. YS അഭിനന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.